ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി നിങ്ങളെ സ്വന്തം കുക്കു വീണ്ടും വന്നിരിക്കുന്നു. ഇന്ന് പറയാൻ പോണ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കൊച്ചു കൊച്ചു കഥകളാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കുളത്തിൽ. കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഷോറൂമിലേക്കാണ്. പുള്ളിക്കാരെ ഒരുപാട് നാൾ കാത്തിരുന്ന് ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണിത്. നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടി തന്നെ നമുക്ക് കിട്ടുമ്പോൾ ഉള്ള ഹാപ്പിനെസ്സിലാണ് ആൾ. എന്തായാലും വണ്ടിയെല്ലാം ഇറക്കി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കസിൻസൊക്കെ ആയിട്ട് വൺ ഡേ ട്രിപ്പ് എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തോളൂ. പക്ഷേ എവിടെ പോകാമെന്ന് പ്ലാൻ ചെയ്തില്ല. അങ്ങനെ അവസാനം മൺട്രോ തുരുത്തിലേക്ക് വെച്ച് പിടിച്ച്. അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്ന് ജാക്കറ്റെല്ലാം ഇട്ട് വള്ളത്തിൽ കയറിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ലായിരുന്നു, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം വേറെ സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുകയും പഠിക്കുകയൊക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കാൻ പങ്കായം കണ്ടത്. പങ്കായം കണ്ടപ്പോൾ എനിക്ക് വിരളിയാണ് മുമ്പും ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ അതെടുത്ത് തുഴയുന്ന പോലെയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് 4 പേർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. മൺട്രോ തുരുത്ത് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ലൈഫിൽ ഒരു വട്ടമെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. ഞാൻ അന്നത്തെ ദിവസം മൊത്തം പങ്കായം എടുത്ത് തുഴയുന്ന പോലെ എന്തൊക്കെ കാണിപ്പായിരുന്നു. എന്തൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അവസാനം നമ്മൾ കാത്തിരുന്ന മൺട്രോ തുരുത്തി പൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല ഫ്രണ്ട്സ്. അടിപൊളിയായിട്ടുള്ള ഒരു വൈബ് സ്ഥലമാണ്. ചെന്ന സമയത്ത് ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ദിവസം വന്നു പോകുന്നതാണ്. അങ്ങനെ അവിടുത്തെ വൈബെല്ലാം ആസ്വദിച്ച് നമ്മൾ തിരിച്ച് വന്നു ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ച് തൃശ്ശൂർ പൂരത്തിന് പോയാലോ എന്ന്. ഞാൻ അപ്പോഴേ ഓക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെക്കാട്ടി ഭയങ്കര ത്രില്ലായിരുന്നു പോകാനായിട്ട്. വരവൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് 3-4 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു ഫോട്ടോയാണ് ഫ്രണ്ട്സ് ഇത്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വെളുപ്പം രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിക്കുന്ന കാഴ്ചയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബിസ്ക്കറ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞ് വെളുപ്പം രാവിലെ തൃശ്ശൂർ റോഡിൽ കൂടെ നമ്മൾ നടന്നു പോവുകയാണ് അമ്പലത്തിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് പോയാൽ മതി അമ്പലത്തിലേക്ക്. രാവിലെ തന്നെ അമ്പലത്തിൽ ചെന്നപ്പം കാണുന്ന കാഴ്ച ഇതാണ്. നല്ല ആൾക്കാരുണ്ട്. ഇങ്ങനെ വന്നിട്ട് പിന്നെ കറക്റ്റ് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തൃശ്ശൂർ പൂരം കാണണമെന്ന്. അതങ്ങനെ കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ് ഫ്രണ്ട്സ്. ട്രെയിനിൽ പൊയ്ക്കൊണ്ടിരിക്കാനകത്ത് ടയേർഡായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഞാൻ അവന്മാരറിയാതെ അവന്മാരെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു. ഫേസ് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. തൃശ്ശൂരൊക്കെ പോയിട്ട് വന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ എല്ലാവരുമായിട്ട് എല്ലായിടത്തും പോകില്ലേ, എന്നെ എങ്ങും കൊണ്ടുപോകില്ലല്ലേ എന്ന് പറഞ്ഞ്. പിന്നെ ഒന്നും നോക്കിയില്ല, അമ്മേനെ വിളിച്ചുകൊണ്ട് നേരെ ട്രിവാൻഡ്രം ലുലു മാളിലേക്ക് വെച്ച് പിടിച്ച്. അമ്മേനെയൊക്കെ ഹാപ്പിയാക്കി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ കസിൻ്റെ കല്യാണ ഡേറ്റ് ആവാറായി. പിന്നെ കല്യാണ തിരക്കും സന്തോഷവും സങ്കടമൊക്കെ ആയി പോയി. സങ്കടമെന്ന് പറഞ്ഞത് കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനി ഇടയ്ക്കിടയ്ക്കല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്നുള്ള സങ്കടമാണ്. സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസിൻസുകളെല്ലാവരും ഒന്ന് ചേർന്ന ദിവസമായിരുന്നു അത്. ഒരുപാട് ഞങ്ങളെല്ലാവരും ഹാപ്പിയായ ദിവസങ്ങളായിരുന്നു അതെല്ലാം. കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കസിൻസുകളെല്ലാവരും കൂടെ ബീച്ചിൽ പോയ വീഡിയോ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. മോർണിംഗ് തന്നെ അന്ന് നമ്മളെല്ലാവരും കൂടെ ബീച്ചിൽ പോയി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ബീച്ചിലെല്ലാം പോയി വന്നതിന് ശേഷം നമ്മൾ ചെന്നൈയിലുള്ള കൊച്ചിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. കൊച്ചിൻ്റെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞ് പളനി പോയാലോ എന്ന്. ഞാൻ അപ്പോഴും ഓക്കെ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിലെ ഞാൻ അമ്മയൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അതിനുശേഷം ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ഫ്രണ്ട്സുമായിട്ട് പോണ എക്സ്പീരിയൻസ് വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷേ എനിക്കാണ് പണി കിട്ടിയത്. കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പം തന്നെ തളർന്ന്. പിന്നെ കൂട്ടുകാരനാണ് എന്നെ എടുത്തുകൊണ്ട് കയറിയത്. പളനി പോയിട്ട് വന്നപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയി. പിന്നെ ഒന്നും നോക്കില്ല, അടിപൊളി കേക്ക് വാങ്ങിച്ചങ്ങ് മുറിക്കാൻ തുടങ്ങി. എൻ്റെ ഈ ചെറിയ ലൈഫിൽ നല്ല അനുഭവവും മോശം അനുഭവവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. മോശം അനുഭവം എന്നെ മെൻ്റലി ഇത്തിരി കൂടെ സ്ട്രോങ് ആക്കുകയും ചെയ്ത്, നല്ല അനുഭവങ്ങൾ നല്ലതായിട്ട് തന്നെ ഞാൻ മൈൻഡിൽ സൂക്ഷിക്കുന്നു. അതിൽ ചിലതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തത്.
അങ്ങനെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫ്രണ്ട്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്.